നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എല്ലായിടത്തും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരിക്കും നടക്കുക. പരസ്പരം രണ്ടുപേർ കണ്ടാലുടൻ തന്നെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ചർച്ചകളിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. ഉദ്വേഗത്തിൻ്റെ മണിക്കൂറുകളാണ് അവശേഷിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശദമായ വാർത്തകളിലേക്കൊക്കെ കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭരണമാറ്റമോ തുടർച്ചയോ? വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാനവട്ട കണക്കുകൂട്ടലിലും പ്രതീക്ഷയിലുമാണ് മുന്നണികൾ. ചുരുങ്ങിയത് 75 സീറ്റെങ്കിലും നേടി ഭരണത്തിൽ തുടരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടതുമുന്നണി. 80-ൽ കുറയാത്ത സീറ്റ് പ്രതീക്ഷിക്കുന്ന UDF തരംഗമുണ്ടായാൽ അത് 100-നടുത്തെത്തുമെന്നും കണക്കുകൂട്ടുന്നു. വോട്ടെണ്ണലിന്റെ ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ജനവിധി മറ്റന്നാൾ അറിയാനിരിക്കെ ആത്മവിശ്വാസത്തോടെയാണ് മുന്നണികൾ നീങ്ങുന്നത്. കൂട്ടലും കിഴിക്കലും തുടരുകയാണ്. എക്സിറ്റ് പോളിൽ നിന്ന് എക്സാറ്റ് പോളിലേക്കുള്ള കാത്തിരിപ്പാണ് എല്ലായിടത്തും. കാവൽ മന്ത്രിസഭയാണ് ഇപ്പോഴെങ്കിലും. പതിവായി മന്ത്രിസഭാ യോഗം ചേരുകയും തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്നും മന്ത്രിസഭാ യോഗം ചേർന്നു. ഫലം വരും മുൻപുള്ള അവസാന മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേർന്നത്. ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ 2 പ്രധാന തീരുമാനങ്ങളാണ് എടുത്തത്. ശമ്പള കമ്മീഷനെ നിയമിച്ചതിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. വാൽപ്പാറ ബസ് അപകടത്തിൽപ്പെട്ടവർക്ക് ധനസഹായം നൽകുമെന്നും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഒരു കൗതുകം കൂടിയുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ എല്ലാവർക്കും വിജയാശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെയാണ് മന്ത്രിസഭാ യോഗം പിരിയുന്ന സമയത്ത് മുഖ്യമന്ത്രി എല്ലാ മന്ത്രിമാർക്കും വിജയാശംസകൾ നേർന്നത്. ഇനി അടുത്ത ക്യാബിനറ്റ് ഈ മാസം 5-ാം തീയതിയാണ് ചേരുക. അതായത് ഫലപ്രഖ്യാപനത്തിന് പിറ്റേന്ന്. ഭരണ തുടർച്ച ഉണ്ടായാലും ഇല്ലെങ്കിലും ക്യാബിനറ്റ് ചേരണം. അപ്പോൾ അടുത്ത ക്യാബിനറ്റ് 5-ന് നടക്കും. അതിനു മുൻപ് എന്ത് സംഭവിക്കും എന്നതാണ് ഇനിയുള്ള ആകാംക്ഷ. എക്സിറ്റ് പോളുകളെല്ലാം തിരിച്ചടിയാണ് പ്രവചിച്ചതെങ്കിലും 72 മുതൽ 78 സീറ്റ് വരെയെങ്കിലും നേടി അധികാരത്തിൽ തുടരും എന്നതാണ് ഇടത് ക്യാമ്പിന്റെ വിശ്വാസം. അപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ എക്സിറ്റ് പോളുകൾ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട്. 80 മുതൽ 85 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നതാണ് പൊതുവെയുള്ള കണക്കുകൂട്ടലെങ്കിലും തരംഗമുണ്ടായാൽ അത് 100-നടുത്ത് വരെ എത്തും എന്നതാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രി ചർച്ചകൾക്ക് കരുത്ത് പകരുകയാണ് നിലവിലെ സാഹചര്യം. ലീഗിന്റെ പിന്തുണയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച VD സതീശിന് വേണ്ടി വീണ്ടും ഫ്ലെക്സുകൾ ഉയർന്നിരിക്കുന്നു. പരസ്യ നിലപാടുകളിൽ നിന്ന് നേതാക്കൾ പിൻവലിഞ്ഞതിന് പിന്നാലെയാണ് അണികളുടെ ഫ്ലെക്സ് പോരാട്ടം ശക്തമായിരിക്കുന്നത്. ഒപ്പം സമൂഹ മാധ്യമ ചർച്ചകളും ശക്തമാണ്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്ന തലവാചകത്തോടെയാണ് ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠാപുരത്ത് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. കൊട്ടൂർ വയൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലാണ് ഫ്ലെക്സുകൾ ഉയർന്നത്. തൊടുപുഴയിലും VD സതീശനായി കൂറ്റൻ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടു. പടം നയിച്ചവൻ നാട് നയിക്കുമെന്ന തലക്കെട്ടിലാണ് ടീം UDF തൊടുപുഴയുടെ പേരിൽ പട്ടയം കവലയിലെ ഫ്ലെക്സ് ബോർഡ്. നിലപാടുകളുടെ രാജകുമാരൻ അഭിവാദ്യമെന്നും ഈ ബോർഡിൽ പറയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് സതീശിനു വേണ്ടി തൊടുപുഴയിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ VD സതീശിനു വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇരിക്കൂറിലെ ഫ്ലെക്സിന് ഒരു പ്രത്യേകതയുണ്ട്. KC വേണുഗോപാൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നോട്ടമിട്ടിട്ടുണ്ടെന്ന് പ്രചരിക്കുന്ന മണ്ഡലമാണ് ഇരിക്കൂർ. അവിടെയും സതീശനായി ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് കൗതുകം. KC വേണുഗോപാലിന്റെ സ്വന്തം തട്ടകമായ ഇരിക്കൂർ മണ്ഡലത്തിൽ ആദ്യമായാണ് VD സതീശിനു വേണ്ടി ഫ്ലെക്സ് ഉയരുന്നത്. മുഖ്യമന്ത്രിയായാൽ 6 മാസം കൊണ്ട് ഇരിക്കൂറിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തി KC വേണുഗോപാൽ ജയിച്ചു വരുമെന്നാണ് അണിയറയിലെ ചർച്ചകൾ. അതേ സ്ഥലത്ത് KC വേണുഗോപാലിനായി ആരും ഫ്ലെക്സ് വെച്ചില്ല എന്നതിലും ഉണ്ട് ഒരു പ്രത്യേകത. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ മുഖ്യമന്ത്രി ചർച്ചകളും തർക്കങ്ങളും പരസ്യമായി ചേരിതിരിയലും അവസാനിപ്പിക്കുന്നതിൽ പാർട്ടി നേതൃത്വത്തിനും UDFന്റെ ഘടകകക്ഷികൾക്കും അതൃപ്തിയുണ്ടെങ്കിലും പ്രവർത്തകർ ഇത്തരം തർക്കങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. NDAയും ആത്മവിശ്വാസത്തിലാണ്. എക്സിറ്റ് പോളുകളിൽ 2 അക്കം വരെ സീറ്റ് പ്രവചിച്ചതോടെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് NDA ക്യാമ്പിൽ. 1 മുതൽ 5 സീറ്റ് വരെ നേടുമെന്നാണ് അവരുടെ ഉറച്ച പ്രതീക്ഷ. കേരളത്തിൽ NDA മികച്ച മുന്നേറ്റം ഉറപ്പെന്ന് BJP നേതാക്കൾ പറയുന്നു. സംസ്ഥാനത്ത് തൂക്കുസഭ വരുമെന്നും BJPയുടെ വിലയിരുത്തലുണ്ട്. ഇത്തവണ വോട്ടിംഗ് ശതമാനം 20-ലേക്ക് ഉയരുമെന്നും NDA കേരളത്തിലെ നിർണായക ശക്തിയാകുമെന്നുമാണ് BJPയുടെ വിലയിരുത്തൽ.
മോദിയുടെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള ദേശീയ നേതാക്കളുടെ പ്രചാരണവും ന്യൂനപക്ഷ നായർ ഈഴവ വോട്ടുകളും ഇത്തവണ കൂടുതൽ ലഭിച്ചു എന്നതും NDA വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരും വലിയ പ്രതീക്ഷയിലാണ്. എന്തായാലും ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ്. 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും. എല്ലാ സംവിധാനങ്ങളോടും കൂടി ന്യൂസ് 18 ഒരുങ്ങുകയാണ്. പ്രേക്ഷകർക്ക് അപ്പോൾ ഈ ഫലങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 6 മണി മുതൽ തന്നെ തത്സമയ സംപ്രേഷണം ന്യൂസ് 18 ഉണ്ടാകും. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകാം. പെട്രോൾ ഡീസൽ വില ഉയരുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇത്തരമൊരു നീക്കം ഉണ്ടാകും എന്നത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. തെരഞ്ഞെടുപ്പുകൾ ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു വില വർധനവ് നേരത്തെ ഉണ്ടാകാതിരുന്നത് എന്നത് വാർത്തയായതാണ്. റിപ്പോർട്ടുകൾ പലതുണ്ടായിരുന്നു. എന്തായാലും പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെയും ഗാർഹിക LPG സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെയും വർദ്ധിപ്പിക്കും എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാഹചര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രതികരിച്ചു. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ധനവില ഉയരുമെന്ന അഭ്യൂഹം നേരത്തെ ശക്തമായിരുന്നു. അഭ്യൂഹങ്ങൾ ആദ്യം തള്ളിയ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിലവർധന ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകുന്നത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നു നിന്നാൽ വിലവർധനയല്ലാതെ മറ്റ് പോംവഴികളില്ല. ക്രൂഡ് ഓയിൽ വില ബാരലിന് $70 ആയിരുന്നത് $120 പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ച ശേഷം ശരാശരി $110 മുതൽ $116 ബാരലിന്. ആഗോള വിപണിയിൽ ബാരലിന് $10 ഉയരുമ്പോൾ രാജ്യത്ത് ലിറ്ററിന് 6 രൂപ വരെ ഇന്ധനവില വർദ്ധിക്കും. 2022 മെയ് മാസത്തിനു ശേഷം വില കൂടിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കേന്ദ്ര പെട്രോളിയം മന്ത്രി സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കി. What statement they had given in those time of crisis were not with this gravity, but in spite of that, what statement they have given, they should recall and they should react. നയാര എനർജി, ഷെൽ ഇന്ത്യ അടക്കമുള്ള സ്വകാര്യ കമ്പനികൾ ഏപ്രിൽ 1 വില വർദ്ധിപ്പിച്ചിരുന്നു. പെട്രോളിന് 7 രൂപ 41 പൈസയും ഡീസലിന് 25 രൂപയും. ഏപ്രിൽ 1 ഇന്ത്യൻ ഓയിലും XP100 പ്രീമിയം പെട്രോളിന് ലിറ്ററിന് 11 രൂപ കൂട്ടിയിരുന്നു. വാണിജ്യ LPG സിലിണ്ടർ, 5 കിലോ LPG ചെറിയ സിലിണ്ടർ, വിമാന ഇന്ധനം ഇതിനെല്ലാം പല ഘട്ടങ്ങളിലായി വില കൂട്ടി. യുദ്ധം നീണ്ടുപോകുന്നതിനാൽ ഇന്ധനവില വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് പണിമുടക്കാൻ തയ്യാറെടുക്കുകയാണ് സംസ്ഥാനത്തെ ഹോട്ടൽ ഉടമകൾ. വില വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഹോട്ടലുകൾ അടയ്ക്കേണ്ടി വരും എന്നതാണ് ഇവരുടെ മുന്നറിയിപ്പ്. അപ്രതീക്ഷിതമായി ഗ്യാസിന്റെ വില കൂട്ടിയതിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് ഹോട്ടൽ ഉടമകളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ സാധനങ്ങളുടെ വില കൂട്ടേണ്ട അവസ്ഥയാണെന്നാണ് അവർ പറയുന്നത്. അതിലവർ നിർബന്ധിതരാകുകയാണ്. പ്രത്യേകിച്ച് ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു മിനിമം തുക എന്നതിനപ്പുറത്തേക്ക് കുറച്ചധികം കൂടുതൽ ഒരു ആഹാരത്തിന് ഈടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആളുകളും കസ്റ്റമേഴ്സും വരുന്നത് കുറയുമെന്നൊരു ആശങ്ക കൂടി ഇവർക്കുണ്ട്. നമുക്ക് ഹോട്ടൽ ഉടമകളോട് തന്നെയൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഗ്യാസിന്റെ പ്രതിസന്ധി വളരെ ബുദ്ധിമുട്ടിലാണ്. അതിനിടയിലാണ് 1000 രൂപയോളം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് ഏത് വിധത്തിൽ നിങ്ങൾക്ക് പ്രതിസന്ധിയാകും? ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹോട്ടലുകാർക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിന്നിപ്പം പെട്ടെന്ന് നമുക്ക് ഫുഡിന് റേറ്റ് കൂട്ടാൻ പറ്റില്ല. കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് കുറയും. പിന്നെ നമ്മുടെ റൂംസിൻ്റെ വാടക, പിന്നെ നമുക്ക് ഇത്ര സ്റ്റാഫുകളുണ്ട്, സ്റ്റാഫിൻ്റെ സാലറി, ഇതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ റേറ്റ് കൂടുന്നതായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നമ്മൾ അതായിട്ട് പൊരുത്തപ്പെട്ടു പോകണം. ഇത് ഒരിക്കലും അതായിട്ട് പൊരുത്തപ്പെടാനും പറ്റില്ല, നമുക്ക് റേറ്റ് കൂട്ടാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. 1000 രൂപ ഗ്യാസുകാർക്ക്, അങ്ങനെയുള്ള മുതലാളിമാർക്ക് പെട്ടെന്ന് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇതിനെ നല്ല രീതിയിൽ ബാധിക്കുന്നത് നമ്മളെ ഹോട്ടൽ ജീവനക്കാർക്ക് മാത്രമാണ്. ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടെ എത്ര ഗ്യാസാണ് വേണ്ടത്? നമുക്ക് 8-9 ഗ്യാസ് വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഒരു ഗ്യാസിന് 1000 രൂപ വീതം അവർ റേറ്റ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ 9 ഗ്യാസിന് 9000 രൂപയാണ് ഒറ്റയടിക്ക് നമുക്ക് നഷ്ടമായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ ഗ്യാസിന്റെ പ്രതിസന്ധി നേരത്തെ ഉണ്ടായില്ലേ യുദ്ധവുമായി ബന്ധപ്പെട്ട്? അപ്പോൾ സാധനങ്ങളൊക്കെ വെട്ടിച്ചുരുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നോ നിങ്ങൾ? ആ സാധനങ്ങളും വെട്ടിച്ചുരുക്കേണ്ട അവസ്ഥ വന്നു, ഐറ്റംസ് കുറവ് വന്നു. വരുന്ന കസ്റ്റമേഴ്സ് അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ ഇല്ലാഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നു, കസ്റ്റമേഴ്സ് കുറഞ്ഞു. നല്ല രീതിയിൽ ഇപ്പോഴും ബാധിച്ചിട്ടുണ്ട്. ആ ടൈമിലും
എന്തായാലും പ്രതിസന്ധിക്ക് മേൽ പ്രതിസന്ധി എന്നൊരു അവസ്ഥയിലേക്കാണ് ഹോട്ടൽ ഉടമകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 6-ാം തീയതി ഒരു പണിമുടക്ക് നടത്താനായി അവർ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ ഒരു 1000 രൂപ വർദ്ധിപ്പിച്ച് ഈ ഒരു നടപടി പിൻവലിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഒപ്പം ഇവർക്ക് അനുയോജ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ തീരുമാനമെടുക്കണം എന്നൊരു ആവശ്യം കൂടിയാണ് ഹോട്ടൽ ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി 6-ാം തീയതിയുള്ള പണിമുടക്കിന് ശേഷം നടക്കുന്ന ചർച്ചയിൽ തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കൂടി ഇവർ ആലോചിക്കുന്നു എന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധി തന്നെയാണ്. അത് ഹോട്ടൽ ഉടമകളെ മാത്രമല്ല സാധാരണക്കാരെയും നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഇപ്പോൾ ഗ്യാസിന്റെ വില ഉയർന്നപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. വില വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഹോട്ടലുകൾ അടയ്ക്കേണ്ടി വരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ പറഞ്ഞു. ഈ മാസം 6-ന് ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷനും വ്യക്തമാക്കും. കേരള ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. കാരണം നിലവിൽ അവർക്ക് ഈ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. നമുക്കൊപ്പം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ G. ജയപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിലവിലെ പ്രതിസന്ധി അത്രമേൽ രൂക്ഷമായിരുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിനും ഭക്ഷണ വിതരണ മേഖലയ്ക്കും വലിയൊരു ഇരുട്ടടിയാണ് ഇന്ന് പെട്രോളിയം കമ്പനിക്കാരും കേന്ദ്ര ഗവൺമെൻറ് സമ്മാനിച്ചിട്ടുള്ളത്. ഒരു സിലിണ്ടറിന് 1000 രൂപ വില വർദ്ധിപ്പിക്കുക, അതും കഴിഞ്ഞ 2 മാസം കൊണ്ട് 400 രൂപ വില വർദ്ധിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഏതാണ്ട് 1500 രൂപയോളമാണ് നമുക്ക് വില വർധന വന്നിട്ടുള്ളത്. ഒരിക്കലും ഈ മേഖലയ്ക്ക് അത് തരണം ചെയ്യാൻ സാധിക്കില്ല. 1.5 മാസക്കാലമായിട്ട് പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ ഹോട്ടലുകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ വളരെ പ്രതിസന്ധിയിലാണ്. തൊഴിലാളികളെ കിട്ടാനില്ല. എങ്ങനെ നടത്തിക്കൊണ്ടു പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സമയത്ത് ഈ 1600 രൂപയുടെ വില വർധന വന്നിരിക്കുന്നത്. 1000 രൂപ വില വർദ്ധിപ്പിക്കുമ്പോൾ സാധാരണ ഹോട്ടലുകാരന് പോലും ഏതാണ്ട് 3000 രൂപ ഒരു ദിവസം അധിക ചെലവാണ് വരുന്നത്. ഞങ്ങൾ സമരത്തിലേക്ക് നീങ്ങാതെ, സമരം എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം സമരം നടത്തിക്കൊണ്ടൊന്നും നേടാനല്ല, പക്ഷെ ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള ഞങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശം അത് ജനസമൂഹത്തെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ 6-ാം തീയതി നമ്മൾ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ ഹോട്ടലുകളെല്ലാം അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾ ധർണയ്ക്ക് പോകുന്നത്. പെട്രോളിയം കമ്പനികളുടെ മുമ്പിൽ അന്ന് അതിശക്തമായ ധർണ നടത്തുകയും ഓരോ വർഷവും 13,000 14,000 കോടി രൂപ ലാഭമുണ്ടാക്കുന്ന പെട്രോളിയം കമ്പനികൾക്ക് വീണ്ടും അമിത ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഗ്യാസാണ് 85% ഉപയോഗിക്കുന്നത്. ഡൊമസ്റ്റിക് ഗ്യാസിൻ്റെ പാവഭാരം കൂടി അതിൻ്റെ ബാധ്യതകൾ കൂടി ഇവിടുത്തെ കൊമേഴ്സ്യൽ ഗ്യാസിൻ്റെ തലയിലിട്ട് കൊടുത്തുകൊണ്ട് ചെറുകിട ഭക്ഷണ വിതരണ മേഖലയെ നശിപ്പിക്കാനുള്ള ആ ശ്രമത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാവും. സൂചനാ സമരമാണ്. പിന്നെ സൂചനാ സമരം കഴിഞ്ഞാൽ പിന്നെ സമരത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കാനൊരു സാഹചര്യമില്ലെങ്കിൽ ഓരോ ഹോട്ടലുകളായിട്ട് അടച്ചിട്ട് പോകും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഈ കൂട്ടിയ 1000 രൂപ അടിയന്തരമായിട്ട് പിൻവലിക്കണം. ഈ ഇലക്ഷൻ സമയത്ത് എന്താണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പാചകവാതകത്തിനൊരു ക്ഷാമവുമില്ല, ക്രൂഡ് ഓയിലിനൊരു ക്ഷാമവുമില്ല. ഇലക്ഷൻ സമയത്ത് ഇതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ വോട്ട് ചെയ്ത ഞങ്ങൾക്കെതിരെ ഈ രീതിയിൽ ഒരു വലിയ ധൂമകേതു ഞങ്ങൾക്കെതിരെ എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങളില്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് അടിയന്തരമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പിൻവലിയണം. വോട്ടെണ്ണലിന് കൂടുതൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നിയമിച്ച തീരുമാനത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലറിൽ ഇടപെടാൻ സുപ്രീംകോടതി തയ്യാറായില്ല. കൌണ്ടിംഗ് സൂപ്പർവൈസർ കേന്ദ്ര സർക്കാർ ജീവനക്കാരനെങ്കിലും കൌണ്ടിംഗ് ഏജന്റ് സംസ്ഥാന സർക്കാർ ജീവനക്കാരനെന്ന നിലയിൽ സന്തുലിതത പാലിച്ചാണ് നിയമിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയെ അറിയിച്ചു. ബംഗാളിൽ 15 ബൂത്തുകളിൽ റീപോളിംഗ് തുടരുകയാണ്. മഗ്രഹത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തിലുമാണ് റീപോളിംഗ്. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളും തള്ളിക്കളഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരു കരാറിന് തയ്യാറാണെങ്കിലും അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് ട്രംപ് പ്രതികരിച്ചു. So they want to make a deal, but I'm not satisfied with it. So we'll see what happens. Iran wants to make a deal because they have no military left, essentially, and they want to make a deal, but I'm not satisfied with it. ഹോർമുസ് കടലിടുക്കിലെ US ഉപരോധം തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം 45 കപ്പലുകളെ US സേന തടഞ്ഞു. ഇതിനിടെ US കോൺഗ്രസിൽ ഇറാൻ യുദ്ധം അവസാനിച്ചെന്ന് പറഞ്ഞ് ട്രംപ് കത്ത് നൽകി. പശ്ചിമേഷ്യയിലുള്ള ആശങ്കകൾ ഒഴിയുന്നില്ല.
ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിച്ച രണ്ടാം ഘട്ട നിർദ്ദേശങ്ങളും നിലവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇറാൻ ആദ്യഘട്ട നിർദ്ദേശങ്ങൾ കഴിഞ്ഞയാഴ്ചയാണ് അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നത്. ഇതിൽ 3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇറാന് വിട്ടുകൊടുക്കണം, അതുപോലെ US ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം അവസാനിപ്പിക്കണം, ഇറാന് മേൽ ഭാവിയിൽ ആക്രമണം ഉണ്ടാകരുത് എന്ന് ഉറപ്പു നൽകണം, അതുപോലെ ഇറാനുള്ള ആണവ സ്വാതന്ത്ര്യം ഉറപ്പാക്കണം. ഇവയെല്ലാമായിരുന്നു പ്രധാനമായിട്ടും നിർദ്ദേശങ്ങൾ. ഇവയിൽ അമേരിക്ക ദീർഘകാലം ഒരു തീരുമാനമെടുക്കാതെ അത് നീട്ടിക്കൊണ്ടുപോയിരുന്നു. ഈ ആഴ്ച മാത്രമാണ് അമേരിക്ക അത് തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കിയത്. അതിന് പിന്നാലെ തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ അടുത്ത ഘട്ട രണ്ടാം ഘട്ട നിർദ്ദേശങ്ങൾ കൂടി പാകിസ്ഥാൻ മധ്യസ്ഥരായിട്ടുള്ള പാകിസ്ഥാൻ മുഖേന അമേരിക്കയ്ക്ക് കൈമാറുകയായിരുന്നു. പക്ഷേ ട്രംപ് ഇന്ന് ഉടൻ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു നിർദ്ദേശങ്ങൾ കൈമാറിയത്. എന്നാൽ അതിന് പിന്നാലെ ഇന്ന് തന്നെ ട്രംപ് ആ നിർദ്ദേശങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ട്രംപ് പറഞ്ഞത് ഇറാൻ ഒരു കരാറിനായി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തനിക്ക് അംഗീകരിക്കാനാകില്ല എന്നാണ് ട്രംപ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരേണ്ട കാര്യമല്ല. ഇത് പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നാൽ കാര്യങ്ങൾ വീണ്ടും 1-2 വർഷം കഴിയുമ്പോൾ അത് വഷളാകുമെന്നും ട്രംപ് അഭിപ്രായപ്പെടുന്നു. മുൻപ് പല നേതാക്കളും ഇത്തരത്തിൽ വിഷയം വളരെ മോശമായി കൈകാര്യം ചെയ്തതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായതെന്നും പശ്ചിമേഷ്യയിൽ പൂർണ്ണമായിട്ടും ഒരു സമാധാനം കൊണ്ടുവരാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നുമാണ് ട്രംപ് നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ട്രംപിന് US-നകത്ത് നിന്ന് തന്നെ നിരവധി പ്രതിസന്ധികൾ നേരിടുന്നതായിട്ടാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ. US കോൺഗ്രസിൽ നിന്ന് ട്രംപിന് വളരെയധികം സമ്മർദ്ദമുണ്ട്. കാരണം വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന ഒരു നിയമപ്രകാരം 60 ദിവസത്തിന് ശേഷം ഒരു രാജ്യത്തിന് നേരെയുള്ള സൈനിക നീക്കങ്ങൾ പ്രസിഡന്റിന് തുടരണമെങ്കിൽ US കോൺഗ്രസിന്റെ അനുമതി വേണം. എന്നാൽ ട്രംപ് നിലവിൽ ഈ US കോൺഗ്രസിന് മുന്നിൽ ഇറാന് മേലുള്ള യുദ്ധവും സൈനിക നടപടികളും അവസാനിപ്പിച്ചതായിട്ടാണ് കത്ത് നൽകിയിട്ടുള്ളത്. പക്ഷേ പശ്ചിമേഷ്യയിൽ ഇപ്പോഴും 50,000-ലധികം US സൈനികരെയും 3 യുദ്ധവിമാനങ്ങളെയും 3 യുദ്ധക്കപ്പലുകളെയും നിരവധി യുദ്ധവിമാനങ്ങളെയും വിന്യസിച്ചിരിക്കുന്നത് യുദ്ധത്തിന്റെ സൂചനയല്ലേ എന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. ട്രംപ് പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് US കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടി തീർത്തും ഭരണഘടനാ വിരുദ്ധമാണെന്നാണ്. അതുപോലെ തന്നെ ഇറാന് മേൽ നിലവിലൊരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അത് കാരണം ഈ സൈനിക നടപടി തുടങ്ങി ഈ 60 ദിവസത്തിനകം ഈ ഒരു കോൺഗ്രസിന്റെ അനുമതി വേണം എന്നുള്ള നിയമം ഇവിടെ പ്രാബല്യത്തിലാകില്ല എന്നും ട്രംപ് വാദിക്കുന്നുണ്ട്. പക്ഷേ US കോൺഗ്രസിനകത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം ട്രംപിന് മേൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇറാൻ സമർപ്പിച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞതിൽ ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. അതേസമയം ലെബനനിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഇപ്പോഴും ശക്തമായി തുടരുന്നതായിട്ടാണ് വിവരം. ഇന്ന് മാത്രം 9 പേർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അജയ് സുധാ ബിജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അതേസമയം വീണ്ടും തീരുവ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നു. യൂറോപ്യൻ യൂണിയന് മേൽ 25% അധിക തീരുവ ചുമത്തുമെന്നാണ് പ്രഖ്യാപനം. യൂറോപ്പിൽ നിന്ന് US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കുമാണ് തീരുവ ബാധകമാവുക. US-മായി ഒപ്പിട്ട വ്യാപാര കരാർ പാലിക്കുന്നില്ലെന്നാരോപിച്ചാണ് പുതിയ തീരുമാനം. വീണ്ടും ഒരു തീരുവ യുദ്ധവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്തവണ യൂറോപ്യൻ യൂണിയനുമായിട്ടാണ് അദ്ദേഹം യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് US ഒരു വ്യാപാര കരാർ ഒപ്പിട്ടതായിരുന്നു. ഈ കരാർ പ്രകാരം 15% ഓരോ ഉൽപ്പന്നങ്ങൾക്കും മേൽ തീരുവയായി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ട്രംപിനും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമിടയിലെ ബന്ധം വല്ലാതെ വഷളായി. ഇതിന് പ്രധാനമായിട്ടും പങ്കുവഹിച്ചത് ഗ്രീൻലാൻഡ് വിഷയത്തിലുള്ള ട്രംപിന്റെ പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങളാണ്. ഗ്രീൻലാൻഡ് പിടിച്ചടക്കുമെന്നും അവിടെ US-ന്റെ നിയന്ത്രണം കൊണ്ടുവരുമെന്ന് എല്ലാം ട്രംപ് പറഞ്ഞു. അപ്പോൾ ഇത് കാരണം ഡെൻമാർക്കും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം ട്രംപിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. അതിന് പിന്നാലെ ഈ ജനുവരിയിൽ ഈ ട്രംപുമായി ഒപ്പിട്ടിരുന്ന വ്യാപാര കരാർ യൂറോപ്യൻ യൂണിയൻ തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ മാർച്ചിൽ ഇത് യൂറോപ്യൻ യൂണിയൻ അംഗീകരിക്കുകയും ഇതിൽ ചില കൂടുതൽ നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർക്കുകയുമായിരുന്നു. ഈ
കൂട്ടിച്ചേർത്ത നിർദ്ദേശങ്ങളിൽ പ്രധാനം അംഗരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ പാടില്ല, ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള വ്യാപാരങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ പാടില്ല എന്നെല്ലാമായിരുന്നു അത്തരം നിർദ്ദേശങ്ങൾ. എന്നാൽ ആ നിർദ്ദേശങ്ങൾ വന്നതിന് പിന്നാലെ ട്രംപ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുമായി ഒപ്പിട്ട വ്യാപാര കരാർ ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമേൽ 25% അധിക തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ച മുതലാണ് ഈ തീരുവ നിലവിൽ വരിക. കാറുകൾക്കും യൂറോപ്പിൽ നിർമ്മിക്കുന്ന കാറുകൾക്കും ട്രക്കുകൾക്കുമാണ് നിലവിൽ ഈ തീരുവ ബാധകമായിരിക്കുക എന്ന് ട്രംപ് തന്റെ ട്രൂ സോഷ്യൽ വഴി സൂചിപ്പിച്ചിട്ടുണ്ട്. ഈയൊരു വിഷയത്തിൽ യുഎസിനോട് വ്യക്തത തേടുമെന്ന് യൂറോപ്യൻ യൂണിയൻ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. യൂറോപ്പിന്റെ താൽപ്പര്യങ്ങൾ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുമെന്നുമാണ് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ട്രംപ് യൂറോപ്യൻ യൂണിയന് മുന്നിൽ ഒരു ഉപാധി വയ്ക്കുന്നത് ഈ കാറുകളും ട്രക്കുകളും നിർമ്മിക്കുന്ന പ്ലാന്റുകൾ യുഎസിൽ ആരംഭിക്കുകയാണെങ്കിൽ ഈ തീരുവ അവർക്ക് മേൽ ബാധകമാകില്ല. എന്നാൽ ഈ പ്ലാന്റുകളിൽ ജോലി ചെയ്യുന്നത് യുഎസിലെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ദേശീയ താൽപ്പര്യം കൂടി ട്രംപ് നിലവിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ബംഗളൂരു മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിന് പിന്നാലെ കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ചു. അധ്യാപകരുടെ മാനസിക പീഡനവും ശാരീരിക ഉപദ്രവവും കാരണമാണ് 18 വിദ്യാർത്ഥികൾ കൂടി കോളേജ് വിട്ടത്. പരാതി പറഞ്ഞിട്ടും ഉപയോഗമില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ആദിത്യനെ അവസാനമായി കാണാൻ പോലും അനുവദിച്ചില്ല എന്നും ബന്ധുക്കൾക്ക് അയച്ച സന്ദേശത്തിൽ വിദ്യാർത്ഥികൾ പറയുന്നു. ബുധനാഴ്ചയായിരുന്നു തിരുവനന്തപുരം കാച്ചാണി സ്വദേശിയായ ആദിത്യൻ ബാംഗ്ലൂരിലെ BTL നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം കോളേജുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അവിടെ ആദിത്യന്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഒപ്പം കുടുംബവും ആരോപിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സന്ദീപ് പാണ്ഡ്യ എന്ന് പറയുന്ന അധ്യാപകനും ഒപ്പം തന്നെ ഹോസ്റ്റൽ വാർഡനും കൂടിയായിട്ടുള്ള സന്ദീപ് പാണ്ഡ്യ എന്ന അധ്യാപകൻ വലിയ രീതിയിലുള്ള മാനസിക പീഡനം അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. ഈ ഒരു അധ്യാപകന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ 18 വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും കോഴ്സ് പൂർത്തിയാക്കാതെ പഠനം ഉപേക്ഷിച്ച് പോയി എന്നും വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചാറ്റുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അടക്കം ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ മലയാളി വിദ്യാർത്ഥികൾ നടത്തിയിരുന്നു. അതായത് ഈ ഒരു സന്ദീപ് പാണ്ഡ്യ ഉപദ്രവിച്ചതായി, അതായത് ശാരീരികമായി ഉപദ്രവിച്ച ചിത്രങ്ങളും ഒപ്പം അത് സ്ഥിരീകരിക്കുന്ന, അതായത് ആദിത്യനെ ഈ ഒരു അധ്യാപകൻ ടാർഗറ്റ് ചെയ്തിരുന്നു എന്നടക്കം സ്ഥിരീകരിക്കുന്ന ഓഡിയോ സന്ദേശവും കഴിഞ്ഞ ദിവസം കുടുംബം പുറത്തുവിട്ടിരുന്നു. എന്തായാലും ഈ ഒരു അധ്യാപകന് നേരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നിഷ്ക്രിയത്വം കുടുംബം ആരോപിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സംഭവം നടന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടും വളരെ വൈകിയാണ് പോലീസ് കേസെടുത്തതും ഇതിൽ കൃത്യമായൊരു നിലപാട് പോലീസ് സ്വീകരിക്കുന്നില്ല എന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. മാത്രമല്ല ഈ സംഭവം നടക്കുന്നതിന് തലേ ദിവസം അടക്കം കുടുംബത്തെ ആദിത്യൻ ഫോണിലൂടെ വിളിച്ചിരുന്നു. യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ആദിത്യൻ പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഈ ഒരു ആത്മഹത്യ ചെയ്യാനുള്ളൊരു സാഹചര്യം എന്താണെന്നും അതിന് പിന്നിൽ അധ്യാപകന്റെ സമ്മർദ്ദമാണെങ്കിൽ അധ്യാപകനെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് DGPക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകാൻ ഒരുങ്ങിയാണ് കുടുംബം. എന്തായാലും വരുന്ന ദിവസങ്ങളിലും കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനവും. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം അയ്യപ്പൻ കാവിൽ ഇഷ്ടപ്പെട്ട യുവതിയെ വിവാഹം കഴിപ്പിച്ച് നൽകാത്തതിന്റെ പേരിൽ വലിയച്ഛനെ വണ്ടിയിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച പ്രതിയുടെ കൂടുതൽ ക്രൂരകൃത്യങ്ങൾ പുറത്ത്. വിവാഹത്തെ എതിർത്ത അമ്മയെ അഭിജിത്ത് പ്രസാദ് മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മകന്റെ ക്രൂരതയ്ക്കെല്ലാം കാരണം പെൺസുഹൃത്തിന്റെ പ്രേരണയാണെന്ന് കുടുംബം ആരോപിക്കുന്നു. ഇഷ്ടപ്പെട്ട യുവതിയെ വിവാഹം കഴിക്കുവാൻ അഭിജിത്തിനെ കുടുംബം വിലക്കിയതാണ് ക്രൂരതയ്ക്ക് കാരണം. വല്യച്ഛനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച അയ്യപ്പൻകാവ് സ്വദേശിയായ 32-കാരൻ അഭിജിത്ത് പ്രസാദിനെ ഇന്നലെയാണ് എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവാഹം വിലക്കിയ അമ്മയെ പ്രതി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യമാണ് പുറത്തുവന്നത്. ഈ മാസം 21-ന് വീട്ടിലായിരുന്നു മർദ്ദനം. കുടുംബം നടത്തുന്ന വനിതാ ഹോസ്റ്റലിലെ താമസക്കാരിയായ മൂവാറ്റുപുഴ സ്വദേശിനി ജിനിയുമായാണ് അഭിജിത്ത് പ്രണയത്തിലായത്. ഒടുവിൽ ജിനിയെ വിവാഹം കഴിക്കണമെന്ന് കുടുംബത്തോട് പറഞ്ഞു. ആദ്യം എതിർത്തെങ്കിലും കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹത്തിന് കുടുംബം സമ്മതിച്ചു. വിവാഹശേഷം വടുതലയിലെ കുടുംബത്തിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള വാടക കെട്ടിടത്തിലേക്ക് മാറി താമസിക്കുവാനും നിർദ്ദേശിച്ചു. ഇതിനെല്ലാം അഭിജിത്ത് തയ്യാറായി. യുവതി നേരത്തെ വിവാഹിതയായിരുന്നുവെന്നും ഒരു കുട്ടിയുണ്ടെന്നും ഒടുവിലാണ് അഭിജിത്തിന്റെ അച്ഛനും അമ്മയും അറിഞ്ഞത്. വാടക കെട്ടിടം തന്റെ പേരിൽ എഴുതിത്തരണമെന്ന യുവതിയുടെ പ്രേരണയാൽ അഭിജിത്ത് ആവശ്യപ്പെട്ടുവെന്നാണ് കുടുംബം പറയുന്നത്. ഇതോടെ വിവാഹം പൂർണ്ണമായും വിലക്കി. ഇടപെട്ട വല്യച്ഛനും അഭിജിത്തിന്റെ ശത്രുവായി മാറി.
അഭിജിത്ത് കൗൺസിലിംഗിന് പോയിരുന്നുവെങ്കിലും മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് മരുന്ന് കഴിച്ചില്ല എന്നാണ് അമ്മ പറയുന്നത്. എല്ലാത്തിനും കാരണം യുവതിയുടെ പ്രേരണയാണെന്നും കുടുംബം ആരോപിച്ചു. പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത്. ഇന്നലെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കിയ അഭിജിത്തിനെ റിമാൻഡ് ചെയ്തു. പുതിയ CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ ശക്തമായ നടപടികൾക്കൊരുങ്ങുകയാണ് എറണാകുളം നോർത്ത് പോലീസ്. ന്യൂസ് 18 കൊച്ചി. നേരം വൈകുന്നേരം പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.